ഹലോ നമസ്കാരം, എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഏറ്റവും ആദ്യം തന്നെ പറയട്ടെ, നിങ്ങളൊരു SSLC വിദ്യാർത്ഥിയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇനി അങ്ങോട്ട് പരീക്ഷാ കാലത്ത് ഏറ്റവും ഉപകാരപ്രദമായ വീഡിയോകൾ ഞങ്ങൾ നിങ്ങൾക്ക് നൽകിക്കൊണ്ടേയിരിക്കും. IT-യും അത് കഴിഞ്ഞ് വരുന്ന എല്ലാ സബ്ജക്റ്റുകളുടെയും അടിപൊളി ക്ലാസ്സുകളും മറ്റ് സ്റ്റഡി ട്രിക്സും എല്ലാം ഞങ്ങൾ നിങ്ങൾക്ക് നൽകിക്കൊണ്ടേയിരിക്കും. സോ ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ ആശ്വാസവും സന്തോഷവും നൽകുന്ന ഒരു വാർത്തയാണ് എനിക്ക് പങ്കുവയ്ക്കാനുള്ളത്. അത് നിങ്ങളുടെ സോഷ്യൽ സയൻസ് സബ്ജക്റ്റിനെ കുറിച്ചിട്ടാണ്. ഓരോ SSLC വിദ്യാർത്ഥിക്കും ഒരു തലവേദനയാണ് സോഷ്യൽ സയൻസ്. കാരണം 21 പാഠഭാഗങ്ങളാണ് പഠിക്കാനുള്ളത്. എന്നാൽ പുതിയ എല്ലാ വർഷവും വിദ്യാഭ്യാസ വകുപ്പ് ഇറക്കുന്നതാണ്. അതേപോലൊരു സർക്കുലർ ഇത്തവണയും ഇത് ഇറക്കിയിരിക്കുന്നു. നിങ്ങൾ ഈ 21 പാഠവും പഠിക്കണം എന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് 6 ചാപ്റ്ററുകൾ ഒഴിവാക്കിയാൽ പോലും, അതായത് മൊത്തമുള്ള 21-ൽ 6 ചാപ്റ്ററുകൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കിയാൽ പോലും നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടാവുന്ന രീതിയിൽ ചോദ്യപേപ്പറിൻ്റെ ഘടന അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഗവൺമെൻറ് അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പ് ഒരു ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. എന്നാൽ അതെങ്ങനെയെന്ന് കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാക്കണം. അതാണ് ഇനി ഞാൻ വിശദീകരിക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ച് കേൾക്കുക. ഓക്കെ മക്കളെ, ഏറ്റവും ആദ്യം നിങ്ങൾക്ക് ഹിസ്റ്ററിയിൽ 11 പാഠവും ജിയോഗ്രഫിയിൽ 10 പാഠങ്ങളുമാണുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ടോട്ടൽ 80 മാർക്കിനാണ് പരീക്ഷ. ഈ ടോട്ടൽ 21 പാഠങ്ങളെ പാർട്ട് A എന്നും പാർട്ട് B എന്നും രണ്ടായി തരംതിരിച്ചായിരിക്കും ചോദ്യപേപ്പറിൽ ചോദ്യങ്ങൾ ഉണ്ടാവുക. പാർട്ട് Aയും പാർട്ട് Bയും ഇങ്ങനെ രണ്ടായി തിരിച്ചാണ് ചോദ്യപേപ്പറിൽ ചോദ്യങ്ങൾ ഉണ്ടാവുക. ഇതിൽ പാർട്ട് Aയിൽ 9 പാഠഭാഗങ്ങളാണ് ഉണ്ടാവുക. 9 പാഠഭാഗങ്ങൾ എന്ന് പറയുമ്പോൾ ഈ 9-ൽ 5 പാഠഭാഗങ്ങൾ ഹിസ്റ്ററിയിൽ നിന്നും 4 പാഠഭാഗങ്ങൾ ജിയോഗ്രഫിയിൽ നിന്നുമാണ്. അതേസമയം പാർട്ട് Bയിൽ 12 പാഠഭാഗങ്ങൾ ഉണ്ടാവും. അത് ഈക്വലി 6 പാഠങ്ങൾ ഹിസ്റ്ററിയിൽ നിന്നും 6 പാഠങ്ങൾ ജിയോഗ്രഫിയിൽ നിന്നും. ഈ രീതിയിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. പാർട്ട് Aയിലെ 9 പാഠഭാഗങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ആകെ 40 മാർക്കിന്റെ ചോദ്യങ്ങളായിരിക്കും വരിക. 40 മാർക്കിന്റെ ചോദ്യങ്ങൾ. പാർട്ട് Bയിൽ നിന്നും ഇതേപോലെ തന്നെ 40 മാർക്കിന്റെ ചോദ്യങ്ങൾ വരും. അതായത് ഈ 9 പാഠത്തിൽ നിന്നും 40 മാർക്ക്, പാർട്ട് B 12 പാഠങ്ങളിൽ നിന്നും 40 മാർക്ക്. ഓക്കെ, ആദ്യം പാർട്ട് Aയിൽ ഈ 9 പാഠങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുക. ഉറപ്പായും പഠിക്കേണ്ട ഹിസ്റ്ററിയിലെ 5 ചാപ്റ്ററുകൾ ഇതാണ്. ഈ ചാപ്റ്ററുകൾ ഒരു കാരണവശാലും ഒഴിവാക്കരുത്. ചാപ്റ്ററുടെ പേര് മലയാളത്തിലാണ്, അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക. ഇനി നമ്മൾ ജിയോഗ്രഫിയിൽ ഉറപ്പായും പഠിക്കേണ്ട 4 ചാപ്റ്ററുകളാണ് പറയുന്നത്. പാർട്ട് Aയിലുള്ള 4 ചാപ്റ്ററുകൾ, അത് ഈ കാണുന്ന 4 ചാപ്റ്ററുകളാണ്. ഇതും ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക. അങ്ങനെ ഹിസ്റ്ററിയിൽ 5ഉം ജിയോഗ്രഫിയിലെ 4ഉം ഉൾപ്പെടെ 9 ചാപ്റ്ററുകളാണ് പാർട്ട് Aയിലുള്ളത്. നിങ്ങൾ മസ്റ്റായിട്ടും ഈ ചാപ്റ്ററുകൾ പഠിക്കണം. ഈ 9 പാഠങ്ങളിൽ നിന്നും 15 ചോദ്യങ്ങളാണ് നിലവിൽ കഴിഞ്ഞ SSLC പരീക്ഷയിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരുന്നത്. അതായത് പാർട്ട് Aയിലെ 9 പാഠങ്ങളിൽ നിന്നും 15 ചോദ്യങ്ങളാണ് കഴിഞ്ഞ വർഷത്തെ SSLC ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരുന്നത്. ഈ വർഷം അങ്ങനെ തന്നെയായിരിക്കും. ഈ 15 ചോദ്യങ്ങളിൽ നിന്നായിട്ട് 40 മാർക്ക്. ഈ 15 ചോദ്യങ്ങളിൽ ഒരൊറ്റ ചോയ്സ് പോലും ഇല്ല എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അതായത് ഈ 9 പാഠങ്ങളിൽ നിന്നുള്ള 15 ചോദ്യങ്ങളിൽ ഒരു ചോയ്സ് പോലും ഉണ്ടാവില്ല. ആ 15 ചോദ്യങ്ങളുടെയും ഉത്തരം നിങ്ങൾ നിർബന്ധമായിട്ടും എഴുതിയാൽ മാത്രമേ നിങ്ങൾക്ക് ആദ്യത്തെ 40 മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയൂ. സോ നിർബന്ധമായി പഠിക്കേണ്ടത് ഈ 9 പാഠഭാഗങ്ങളാണ്. ഏതാണ് 9 പാഠഭാഗങ്ങൾ എന്നുള്ളത് ഞാൻ ഈ വീഡിയോ അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഏതാണ് 9 നിർബന്ധമായിട്ടും പഠിക്കേണ്ട ചോയ്സ് ഇല്ലാത്ത 9 പാഠഭാഗങ്ങൾ എന്ന്. ഇനി വരുന്നത് പാർട്ട് B ആണ്. ഈ പാർട്ട് Bയിലാണ് കളി. അവിടെയാണ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നത്. ഈ പാർട്ട് Bയിൽ 12 പാഠങ്ങളാണ് ഉൾപ്പെടുത്തിയെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ 12 പാഠഭാഗങ്ങളെയും പെയറുകളായിട്ടാണ് വെച്ചിരിക്കുന്നത്. പെയറുകൾ എന്ന് വെച്ചാൽ ഒന്നാമത്തെ പെയർ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ ആൻഡ് ലോകം 20-ാം നൂറ്റാണ്ടിൽ, അഥവാ റെവല്യൂഷൻസ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ വേൾഡ്. ആ പെയറിൽ ഒന്നാമത്തെ പാഠമാണ്. രണ്ടാമത്തെ പാഠം എന്ന് പറയുന്നത് വേൾഡ് ഇൻ 20th സെഞ്ച്വറി. ഇതുപോലെ ഈ 12 പാഠങ്ങളെയും 2 പാഠങ്ങൾ വീതമുള്ള പെയറുകളാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, 2 പാഠങ്ങൾ വീതമുള്ള പെയറുകളാക്കി വെച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് ആ പെയറുകൾ എന്ന് ഞാൻ സ്ക്രീനിൽ ഇപ്പോൾ കാണിക്കാം. ഹിസ്റ്ററിയിൽ വരുന്ന പെയർസ് ഇതാണ്. ഹിസ്റ്ററിയിൽ ഈ 6 ചാപ്റ്ററുകൾ, അതായത് പാർട്ട് Bയിലുള്ള 6 ചാപ്റ്ററുകളെ 3 പെയർസ് ആക്കിയിട്ടുണ്ട്. ആ പെയർസിൻ്റെ പേര് നിങ്ങൾക്കിവിടെ കാണാം. ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾ ഇതിനൊന്ന് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഏതാണ് ചാപ്റ്റർ എന്ന് മനസ്സിലാവും. ഓക്കെ, ഇനി ജിയോഗ്രഫിയിലെ പേരുകൾ കാണിക്കാം. ഈ കാണുന്നതാണ് ജിയോഗ്രഫിയിലെ പെയറുകൾ. ജിയോഗ്രഫിയിലും ഈ പാർട്ട് Bയിൽ വരുന്ന 6 പാഠങ്ങളെ 2 ചാപ്റ്ററുകൾ വീതമുള്ള 3 പെയറുകളാക്കിയിട്ട് തിരിച്ചിട്ടുണ്ട്. ഇതും നിങ്ങൾ നോക്കുക.
ഇതിൻ്റെയും ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾ ഇതും ഇന്ന് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ചാപ്റ്റർ മനസ്സിലാവും. മലയാളത്തിലാണ് പാഠഭാഗത്തിന് പേര് കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾ മനസ്സിലാവും എന്ന് വിചാരിക്കുന്നത് ഏതാണ് ചാപ്റ്റർ എന്ന്. അങ്ങനെ പെയറുകളാക്കി ഈ 12 പാഠങ്ങളെ 6 പെയറുകളാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞല്ലോ, ഒന്നാമത്തെ പെയർ എന്ന് പറയുന്നത് റെവല്യൂഷൻസ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ വേൾഡ്, അഥവാ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്ന പാഠവും. ആ പേരിലെ രണ്ടാമത്തെ പാഠം വേൾഡ് ഇൻ 20th സെഞ്ചുറി, ലോകം 20ാം നൂറ്റാണ്ട് എന്നുള്ളതാണ് അല്ലേ. ഈ 2 പാഠങ്ങളാണ്. ഇനി ആദ്യത്തെ 15 ചോദ്യങ്ങൾ പാർട്ട് എയിൽ നിന്ന് കമ്പൽസറി ആയിട്ട് എഴുതുമെന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ. പിന്നെ വരുന്നത് 16ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് പാർട്ട് ബിയിലാണ് വരുന്നത്. ആ പാർട്ട് ബിയിലെ 16ാമത്തെ ചോദ്യം ഈ പറയുന്ന പെയറുകളിൽ ഏതെങ്കിലും ഒന്ന് നിന്നായിരിക്കും. ഇപ്പം നമ്മളിപ്പോൾ പറഞ്ഞ ഈ ഒന്നാമത്തെ ഈ റെവല്യൂഷൻസിനെ കുറിച്ചും വേൾഡ് വാറിനെ കുറിച്ചൊക്കെയുള്ള ആ ഒരു 20th സെഞ്ചുറിയിലെ വേൾഡിനെ കുറിച്ചൊക്കെയുള്ള ആ ഒരു പെയറിൽ നിന്നാണ് വരുന്നതെങ്കിൽ 16ാമത്തെ ക്വസ്റ്റ്യനിൽ ഓപ്ഷൻസ് ഉണ്ടാവും. 16 മുതൽ 25 വരെയുള്ള 16 മുതൽ 25 ചോദ്യങ്ങൾ വരെയാണ്. അതങ്ങനെ 10 ചോദ്യങ്ങളാണ് പാർട്ട് ബിയിലുള്ളത്. അത് ഓരോന്നിലും 2 ചോദ്യം ഉണ്ടാവും, അതിൽ 1 എഴുതിയാൽ മതി. ഓക്കെ, ഓരോന്നിലും 2 ചോദ്യം ഉണ്ടാവും, അത് 1 എഴുതിയാൽ മതി. 16ലെ ഒന്നാമത്തെ ചോദ്യം വരുന്നത് റെവല്യൂഷൻസ് വിച്ച് ഇൻഫ്ലുവൻസ് ദ വേൾഡ് എന്ന പാഠഭാഗത്തിൽ നിന്നാണ് എങ്കിൽ അതിൽ ഓപ്ഷനായിട്ട് വരുന്നത് വേൾഡ് ഇൻ 20th സെഞ്ചുറി എന്ന രണ്ടാമത്തെ പാഠം നിന്നായിരിക്കും. ഓക്കെ, 16ാമത്തെ ചോദ്യത്തിലെ ഒന്നാമത്തെ ചോദ്യം വരുന്നത് ഈ പെയറിൽപ്പെട്ട ഒന്നാമത്തെ ചാപ്റ്റർ എന്നാണെങ്കിൽ രണ്ടാമത്തെ ചോദ്യം വരുന്നത് ആ പെയറിൽപ്പെട്ട രണ്ടാമത്തെ ചാപ്റ്റർ എന്നായിരിക്കും. ഇതിൽ ഈ 2ൽ നിന്നാണ് ഓരോ ചോദ്യങ്ങൾ വരിക. ഇതിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഏതെങ്കിലും ഒരു പാഠം പഠിച്ചാൽ മതി, ഒരു പാഠം നിങ്ങൾക്ക് ഒഴിവാക്കാം. ഇതുപോലെ 6 പെയറുകളുണ്ട്. 6 പെയറിൽ നിന്നും ഓരോ പാഠങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കിയാലും ചോയ്സിൽ ആ ക്വസ്റ്റ്യൻ ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾ പഠിച്ച 6 പാഠഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾ എഴുതാം. ഓക്കെ, ഇത് മനസ്സിലാക്കിയെടുക്കാൻ ഞാൻ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് അത്ര വ്യക്തത അറിയില്ല. നിങ്ങൾ ടീച്ചേഴ്സ് എന്നാൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരും. നിങ്ങൾ ഇത്രമാത്രം മനസ്സിലാക്കിയാൽ മതി. 6 ചാപ്റ്ററുകൾ ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ഫുൾ മാർക്ക് വാങ്ങാം. ആ രീതിയിലുള്ള ഒരു ക്രമീകരണം, ഒരു അറേഞ്ച്മെൻറ്റ് അവർ വരുത്തിയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ആ പെയറുകൾ ഏതാണെന്ന് മനസ്സിലായാൽ ആ പെയറിലുള്ള ഏതെങ്കിലും ഒരു പാഠം നിങ്ങൾ പഠിച്ചാലും നിങ്ങൾ ഫുൾ മാർക്ക് കിട്ടും എന്നുള്ള രീതിയിലാണ് ഈ സിസ്റ്റം എന്നുള്ളതും മനസ്സിലാക്കുക. ടീച്ചേഴ്സ് കൃത്യമായിട്ട് അത് ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ആ പെയറുകൾ ഏതാണെന്നൊക്കെ ഞാൻ ഇപ്പോൾ സ്ക്രീനിൽ ഒന്നുകൂടെ കാണിക്കാം. ഓക്കെ, സോ ഇത് വളരെ ഗുണകരമാണ് കുട്ടികൾക്ക്. വീണ്ടും കാണാം. താങ്ക് യു.